എന്ന് മാത്രമല്ല, കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറഞ്ഞാൽ വെള്ള ഇന്നോവ കാറ് ഈ 14-ാം തീയതി രാത്രി PP ദിവ്യയുടെ വീടിന് മുന്നിലെത്തിയെന്നും അവിടുന്ന് PP ദിവ്യയെ വിളിച്ചു എന്നും പറഞ്ഞിട്ടുള്ള വിവരങ്ങളും കണ്ണൂരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ വിളിച്ചപ്പോൾ PP ദിവ്യ പറഞ്ഞു എനിക്കിതിനകത്ത് കാര്യമൊന്നുമില്ല, കാരണം അവർക്ക് ഈ സംഭവം പശക്കാരാണെന്ന് മനസ്സിലായി. അവരതിനകത്ത് ഒഴിയാൻ നോക്കി. PP ദിവ്യയുടെ വീട്ടിലെത്തുമ്പോൾ ഇയാൾക്ക് ജീവനുണ്ടായിരുന്നോ ഇല്ലെന്നും നമുക്ക് ഉറപ്പില്ല. ആ കാറിൽ അയാൾ ഉണ്ടായിരുന്നു എന്നാണ് ആധികാരികമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അവർ തിരിച്ചറിയാത്ത തരത്തിലുള്ള മർദ്ദനം ഒന്നുകിൽ ഏൽപ്പിക്കുകയോ അതല്ലെങ്കിൽ തൂങ്ങി മരിക്കാൻ അയാളെ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അയാളെ വധിക്കുകയോ ചെയ്തു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അത് ഒന്നിന് ഉൾപ്പെടെയുള്ള ട്രൗസർ മനോജ് ഉൾപ്പെടെയുള്ള പ്രതികൾ അവിടെയാണുള്ളത്. അവരുടെ നേതൃത്വത്തിൽ ഇത് നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ അടിവസ്ത്രത്തിലുള്ള രക്തക്കറ എന്നുള്ളത്. അതുകൊണ്ട് ഇത് അസന്നിഗ്ധമായി ഇപ്പൊ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഇത് കൊലപാതകമാണ് എന്നുള്ളതാണ്. നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണ് എന്നുള്ളതിന് അടിവരയിട്ട് അടയാളപ്പെടുത്തി അഡ്വക്കേറ്റ് KM ഷാജഹാൻ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. TP ചന്ദ്രശേഖരൻ വധത്തിൽ എന്നതുപോലെ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലും ഒരു ഇന്നോവ കാറിൻ്റെ സാന്നിധ്യം കൃത്യമായി KM ഷാജഹാൻ പറയുന്നു. കണ്ണൂരിൽ നിന്നും തനിക്ക് കിട്ടിയ ചില വിശ്വസ്തമായ കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടിയ അതീവ വിശ്വസ്തമായ വിവരങ്ങളാണ് താൻ പങ്കുവയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഇത്തരം ഒരു വിവരം KM ഷാജഹാൻ പങ്കുവച്ചത്. അവൻ്റെ യാത്രയയപ്പ് ചടങ്ങിന് ശേഷം മുനീശ്വരൻ കോവിൽ ഭാഗത്തേക്ക് നവീൻ ബാബുവിനെ കൊണ്ടുചെന്ന് ഇറക്കി എന്ന് നവീൻ ബാബുവിൻ്റെ ഡ്രൈവറായ ഷംസുദ്ദീൻ പറയുന്ന ഇടത്ത് തന്നെ നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്കുള്ള കൊട്ടേഷൻകാരുടെ പ്രയാണം ആരംഭിച്ചു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറയുന്നത്. മാത്രമല്ല PP ദിവ്യ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അന്ന് ഒരു സിവിൽ ഡെത്തിനെ കുറിച്ച് PP ദിവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിയമ പരിജ്ഞാനമില്ലാത്ത അഭിഭാഷകയല്ലാത്ത PP ദിവ്യയ്ക്ക് സിവിൽ ഡെത്തിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാൻ സാധ്യതയില്ല. ആരോ പറഞ്ഞു കൊടുത്ത ആ വിവരം കൃത്യമായി തന്നെ PP ദിവ്യ മൈക്കിലൂടെ വിളിച്ചു പറയുകയായിരുന്നു. അതായത് നവീൻ ബാബു കൊല്ലപ്പെടും എന്നുള്ളത് അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ കൊലപാതകം നേരത്തെ ആസൂത്രണം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറയുന്നത്. ഇതുവരെയും നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ കേട്ട് പകച്ചു നിന്ന മലയാളിയുടെ മസ്തിഷ്കത്തിലേക്ക് ഒരു വെള്ളിടി വെട്ടുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ KM ഷാജഹാന്റെ ഈ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. മുനീശ്വരൻ കോവിലിന്റെ പരിസരത്ത് ADM നവീൻ ബാബുവിന് ഡ്രൈവർ ഷംസുദ്ദീൻ ഇറക്കി വിടുമ്പോൾ അത് കൃത്യമായി പ്ലാൻ ചെയ്തത് തന്നെയാണ്. കാരണം കാസർഗോഡ് നിന്നും തന്നെ കാണാൻ ആരോ വരുന്നുണ്ട് എന്ന് നവീൻ ബാബു ഡ്രൈവർ ഷംസുദ്ദീനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കാസർഗോഡ് നിന്ന് വരുന്ന ആൾ ആരാണ് എന്നുള്ളത് നവീൻ ബാബുവിന് അറിയാം. ആരോ ഒരാൾ വരുന്നുണ്ട്, അയാൾ നവീൻ ബാബുവിന് ഫോണിൽ വിളിച്ചിട്ടുണ്ടാകാം. അത് തീർച്ചയായും കൊലയാളി സംഘവുമായി ബന്ധപ്പെട്ട ആൾ തന്നെയാവാം. നവീൻ ബാബുവിന് ഫോണിൽ വിളിച്ചറിയിച്ചത് അദ്ദേഹം അവിടെ കാത്തു നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. സാധാരണഗതിയിൽ തനിക്ക് ഇത്തരത്തിലൂടെ ഫോണിലൂടെ വരുന്ന സന്ദേശങ്ങളും ഫോണിലൂടെ കൈമാറി കിട്ടുന്ന വിവരങ്ങളുമെല്ലാം അതിൻ്റെതായ ഗൗരവത്തിൽ നവീൻ ബാബു കണക്കിലെടുക്കാറുള്ള ആൾ തന്നെയായിരുന്നു. ഇത് അറിയാവുന്ന ആൾ തന്നെ ആരോ കൃത്യമായി നവീൻ ബാബുവിൻ്റെ ഫോൺ നമ്പർ കൊടുത്ത് കണ്ണൂർ കാസർഗോഡുള്ള ആളെ കൊണ്ട് വിളിപ്പിക്കുകയായിരുന്നു എന്ന് വേണം ഇതിൽ നിന്നും ഊഹിക്കാൻ എന്നാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറയുന്നത്. എന്തായാലും മുനീശ്വരൻ കോവിലിൻ്റെ പരിസരത്ത് നിന്നും പിന്നീട് നവീൻ ബാബു എങ്ങോട്ടാണ് പോയത്, എവിടെയാണ് പോയത് എന്നുള്ളതിൻ്റെ ചുരുളഴിയുന്നതാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ ആവുക. അതായത് ഒരു ഇന്നോവ കാറ് 14-ാം തീയതി രാത്രി PP ദിവ്യയുടെ വീട്ടുപടിക്കൽ ചെന്ന് അവർ വിളിക്കുകയും എന്നാൽ PP ദിവ്യ കാറിനടുത്തേക്ക് വരുവാനോ കാറിലുള്ള ആളുകളുമായി സംവദിക്കുവാനോ തയ്യാറായില്ല. അവർ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കളം മാറി പോവുകയായിരുന്നു എന്നാണ് KM ഷാജഹാൻ പറഞ്ഞത്. തനിക്ക് കിട്ടിയ അതീവ വിശ്വസ്തരായ ആളുകളിൽ നിന്ന് കിട്ടിയ കൃത്യമായ വിവരം തന്നെയാണ് താൻ പങ്കുവയ്ക്കുന്നത് എന്ന് KM ഷാജഹാൻ പറയുമ്പോൾ കേരളീയ പൊതുസമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയക്കാരനായും മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി എല്ലാം പ്രവർത്തിച്ചിരുന്ന
KM ഷാജഹാനെ പോലുള്ള ഒരാൾ ഏതെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നവീൻ ബാബുവിൻ്റെ മരണത്തെ വൈകൃതമായി ചിത്രീകരിക്കില്ല എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് KM ഷാജഹാൻ പറയുന്ന ഈ വെളിപ്പെടുത്തലുകൾ ഞെട്ടലോടുകൂടി തന്നെയാണ് കേരള സമൂഹം കേട്ടി നിൽക്കുന്നത്. എന്നാൽ PP ദിവ്യയുടെ അടുത്തേക്ക് ഇന്നോവ കാർ വരുമ്പോൾ അതിനുള്ളിൽ നവീൻ ബാബു ഉണ്ടായിരുന്നു, നവീൻ ബാബു ആ സമയത്ത് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഇന്നോവ കാറിൽ വെച്ച് അതിക്രൂരമായി തന്നെ നവീൻ ബാബുവിനെ അടിനാഭിക്ക് ചവിട്ടി കലക്കിയിട്ടുണ്ട്. നവീൻ ബാബുവിന് പുറമേക്ക് പരിക്ക് കാണാത്ത രീതിയിൽ അതിക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ ചോര കണ്ടത് എന്ന് അഡ്വക്കേറ്റ് KM ഷാജഹാൻ തുറന്നു പറയുന്നു. എന്നാൽ പുറമേക്ക് യാതൊരു തരത്തിലുള്ള പരിക്കുകളും കാണാത്ത രീതിയിൽ അതിവിദഗ്ധരായ കൊലയാളികൾ തന്നെയാണ് ഇത്തരത്തിൽ നവീൻ ബാബുവിനെ അപായപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിനുവേണ്ടി സ്പെഷ്യൽ ഡിഫൻസ് ടീം എന്ന് CPM-ന് ഒരു കൊട്ടേഷൻ സംഘം തന്നെയുണ്ട് എന്നാണ് നവീൻ ബാബു പറയുന്നത്. ഈ സ്പെഷ്യൽ ഡിഫൻസ് ടീമോ അല്ലെങ്കിൽ കണ്ണൂർ ജയിലിൽ കഴിയുന്ന TP ചന്ദ്രശേഖരൻ വധത്തിലെ കൊലയാളികളെ ഇറക്കിയിട്ടായിരിക്കാം CPM ഇത്തരത്തിലൊരു കൊടും ക്രൂരകൃത്യം ചെയ്തത് എന്ന് തന്നെ KM ഷാജഹാൻ പറയുന്നു. ഒന്നുകിൽ സ്പെഷ്യൽ ഡിഫൻസ് ടീം, അല്ല എന്നുണ്ടെങ്കിൽ TP ചന്ദ്രശേഖരൻ വധത്തിലെ കൊലയാളികൾ. ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ജയിൽ ഭരിക്കുന്നത് അത്രയും CPM-കാരാണ്. അപ്പോൾ ജയിലിൽ നിന്നും ഇവരെ പുറത്തിറക്കുവാനോ ഏത് സമയത്തേക്ക് അകത്ത് കയറ്റുവാനോ ഇവർക്ക് പരിപൂർണമായ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എപ്പോൾ പുറത്തിറങ്ങി എപ്പോൾ അകത്ത് കയറി എന്നുള്ളത് പുറം ലോകം അറിയില്ല. ഇതിൽ കൃത്യമായ രീതിയിൽ ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട്. ഈ രണ്ട് കൂട്ടരിൽ ആരെങ്കിലും ഒരാൾ തന്നെയാണ് നവീൻ ബാബുവിനെ ഇന്നോവ കാറിലിട്ട് തീർത്തിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ തുറന്നടിക്കുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്നെയാണ് KM ഷാജഹാൻ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായ പല വിവരങ്ങളുമാണ് നവീൻ ബാബുവിൻ്റെ കയ്യിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതായത് കണ്ണൂരിലും പരിസര പ്രദേശത്തും തന്നെയുള്ള ഏതാണ്ട് 14ഓളം പെട്രോൾ പമ്പുകളുമായി ബന്ധപ്പെട്ട കൃത്യമായ ബിനാമി ഇടപാടുകളുടെ രേഖകൾ നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. കൂടാതെ കണ്ണൂരിലും പരിസര പ്രദേശത്തും നടന്നിട്ടുള്ള ഭൂമാഫിയകൾ, കോറി മാഫിയകൾ, ഇവരുടെ അനധികൃതമായ ഇടപാടുകളെക്കുറിച്ചും കൃത്യമായി ADM ആയിരുന്ന നവീൻ ബാബുവിനറിയാം. ഇത്തരത്തിൽ ഈ ഭൂമാഫിയകൾക്കും കോറി മാഫിയകൾക്കും അല്ലെങ്കിൽ പെട്രോൾ പമ്പ് ഉടമകൾക്കുമെല്ലാം സംരംഭങ്ങളുമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള അനുമതി വേണമെങ്കിലും ADM-മായി ബന്ധപ്പെടാതെ ഒരു കാര്യം നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാവരെയും കൃത്യമായ ഇടപാടുകൾ, അത് ബിനാമി ആയാലും മറ്റ് അനധികൃത ഇടപാടുകളായാലും നവീൻ ബാബുവിന് അറിയാമായിരുന്നു. ഇതിൻ്റെ കൃത്യമായ ഫയലുകൾ നവീൻ ബാബു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് നവീൻ ബാബുവിനെ കണ്ണൂരിന് പുറത്തേക്ക് വിടാതെ ഇവർ കൃത്യമായി ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്ത് തീർത്ത് കളഞ്ഞത് എന്നാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറയുന്നത്. മാത്രമല്ല പത്തനംതിട്ടയിലും ഉള്ള ഇത്തരത്തിലുള്ള അനധികൃത ഇടപാടുകാർ, ബിനാമി ഇടപാടുകാർ നവീൻ ബാബുവിനെ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് നവീൻ ബാബു ചെല്ലുന്നതും ഇത്തരത്തിൽപ്പെട്ട ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ സംയുക്തമായ രീതിയിൽ ഒരു തീരുമാനമെടുത്തിട്ട് തന്നെയാണ് നവീൻ ബാബുവിനെ കണ്ണൂരിൻ്റെ മണ്ണിൽ വെച്ച് തീർത്ത് കളഞ്ഞത്. അതിക്രൂരമായി നവീൻ ബാബുവിനെ ഉപദ്രവിച്ച് നവീൻ ബാബുവിനെ ബോധം കെടുത്തി കെട്ടിത്തൂക്കിയത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അഡ്വക്കേറ്റ് KM ഷാജഹാനും തുറന്നടിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് PP ദിവ്യയെയും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ വിജയിനെയും പെട്രോൾ പമ്പിന് അനുമതി തേടി NOC-ക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ TV പ്രശാന്തിനെയും അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ ഡ്രൈവറായിരുന്ന ഷംസുദ്ദീനെയും എല്ലാം കൃത്യമായി തന്നെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ, അത് കേരള പോലീസല്ല CBI വന്ന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അടിവേരുകൾ മാന്തിയെടുക്കാൻ സാധിക്കുമെന്നും ആരാണ് നവീൻ ബാബുവിനെ ഇല്ലാതാക്കിയതെന്നും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെ അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറയുമ്പോൾ കേരള മനസാക്ഷി വീണ്ടും ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു. നവീൻ ബാബുവിനെ അപകടപ്പെടുത്തി കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ കൃത്യമായും ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം ആവശ്യമാണ് എന്ന് തന്നെ കേരളത്തോടൊപ്പം ഞങ്ങളും ആഗ്രഹിക്കുന്നു. കാരണം ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടട്ടെ എന്ന് തന്നെ നമ്മൾ പ്രത്യാശിക്കുന്നു. ഈ വരുന്ന 12-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നൽകിയിരുന്ന CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരുന്ന ഹർജിയിൽ ബഹുമാനപ്പെട്ട ജഡ്ജി കൗസർ എടപ്പകത്ത് നീതിയുക്തമായ ഒരു തീരുമാനം കൈക്കൊള്ളും എന്ന് നമുക്ക് പ്രത്യാശിക്കാം, കാത്തിരിക്കാം. എന്ന് മാത്രമല്ല, കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറഞ്ഞാൽ വെള്ള ഇന്നോവ കാറ് ഈ 14-ാം തീയതി രാത്രി PP ദിവ്യയുടെ വീടിന് മുന്നിലെത്തിയെന്നും അവിടുന്ന് PP ദിവ്യയെ വിളിച്ചു എന്നും പറഞ്ഞിട്ടുള്ള വിവരങ്ങളും കണ്ണൂരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ വിളിച്ചപ്പോൾ PP ദിവ്യ പറഞ്ഞു എനിക്കിതിനകത്ത് കാര്യമൊന്നുമില്ല, കാരണം അവർക്ക് ഈ സംഭവം പശക്കാരാണെന്ന് മനസ്സിലായി. അവരതിനകത്ത് ഒഴിയാൻ നോക്കി. PP ദിവ്യയുടെ വീട്ടിലെത്തുമ്പോൾ ഇയാൾക്ക് ജീവനുണ്ടായിരുന്നോ ഇല്ലോ എന്ന് നമുക്ക് ഉറപ്പില്ല. ആ കാറിൽ അയാൾ ഉണ്ടായിരുന്നു എന്നാണ് ആധികാരികമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അവർ തിരിച്ചറിയാത്ത തരത്തിലുള്ള മർദ്ദനം ഒന്നുകിൽ ഏൽപ്പിക്കുകയോ അതല്ലെങ്കിൽ തൂങ്ങി മരിക്കാൻ അയാളെ പ്രേരിപ്പിക്കുകയോ
അല്ലെങ്കിൽ അയാളെ വധിക്കുകയോ ചെയ്തു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അത് ഒന്നിനി ഉൾപ്പെടെയുള്ള ട്രൗസർ മനോജ് ഉൾപ്പെടെയുള്ള പ്രതികൾ അവിടെയാണുള്ളത്. അവരുടെ നേതൃത്വത്തിൽ ഇത് നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ അടിവസ്ത്രത്തിലുള്ള രക്തക്കറ എന്നുള്ളത്. അതുകൊണ്ട് ഇത് അസന്നിഗ്ധമായി ഇപ്പൊ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഇത് കൊലപാതകമാണ് എന്നുള്ളതാണ്.